നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ശ്രീ ടി എൽ കുര്യൻ സാറാണ്. സാറിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഏറെ സ്നേഹത്തോടുകൂടി പരിചയപ്പെടുത്തുകയാണ്. സാർ 1973 എക്കണോമിക്സ് ബാച്ചാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു പ്രസൻസും അതുപോലെ സാറിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്കും മാത്രമല്ല നമ്മുടെ ചെറുപ്പക്കാർക്ക് തന്നെ ഒരുപാട് മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സാറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുകയും പ്രൊഫൈലൊക്കെ പറയുക എന്നുള്ളത്. അപ്പം സാറിന്റെ ഈ കോളേജിലെ ലൈഫിനെ കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു കോളേജിലെ ലൈഫ്? മീൻസ് ഞാൻ ആക്റ്റീവായിരുന്നു. എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ പങ്കെടുത്തിരുന്നു. ജയിച്ചാലും തോറ്റായാലും എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം. അതായിരുന്നു എൻ്റെ കോളേജിലെ ആക്ടിവിറ്റീസ്. പിന്നെ ഡെയിലി നമ്മൾ വീട്ടിൽ പോയി പഠിക്കാനുള്ളതൊക്കെ പഠിക്കും. എന്ന് വെച്ചാൽ 100% നമ്മൾ പഠിപ്പിച്ചിട്ടുമല്ലായിരുന്നു. ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ കോളേജ് യൂണിയൻ ഇലക്ഷൻ, നമ്മുടെ പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുമായിരുന്നു. പഠിത്തത്തിന്റെ കൂടെ തന്നെ ഫുട്ബോൾ കളിക്കുമായിരുന്നു കേട്ടിട്ടുണ്ട്. ഞാൻ കോളേജിന്റെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്നു, ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. പിന്നെ 1972 1500 മീറ്ററിന്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ 3rd പ്ലേസ് ഉണ്ട് എനിക്ക്. ശരി, നല്ല ഒരു ആ കാലഘട്ടത്തില് സ്പോർട്സുകാരനും കൂടി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫിറ്റായിട്ടിരിക്കുന്നു. അതെ. സാറിന്റെ മറ്റ് സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പൊ ഉണ്ടോ? അന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കണക്ഷൻ ഉണ്ട്? ഒത്തിരി പേരുണ്ട്. ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ അലുമിനിക്കാരെല്ലാമായിട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഒഴിവുകാരനായതുകൊണ്ട് ഒഴിവൂർ എല്ലാ വർഷവും 2 പ്രാവശ്യം വരുന്നുണ്ടായിരുന്നു. അപ്പം അതെപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അന്ന് പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ടോ? നമ്പർ 1 കൂട്ടുവച്ചൻ പ്രിൻസിപ്പൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ് വരുമായിരുന്നു. പിന്നെ നമ്മുടെ പുതിയ തോമസ് സാർ ഇപ്പോഴുണ്ട്, പുള്ളി ഉണ്ടായിരുന്നു. നമ്മുടെ മെയിൻ സാറ് CJ കൊടിഞ്ഞി സാറുണ്ടായിരുന്നു. പിന്നെ എക്കണോമിക്സിൽ പീറ്റർ സാറുണ്ടായിരുന്നു. 73 കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് ഇരിക്കുന്ന കേരളത്തില് കോളേജ് വിദ്യാഭ്യാസം കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ആ സമയത്ത് കോളേജ് വിദ്യാഭ്യാസം കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഒഴിവൂർ കോളേജ് ഉണ്ടായിരുന്നാലും പറ്റും, അല്ലെങ്കിൽ ആരാ പോകുന്നേ? പോകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും സാറിന്റെ ഈ ജീവിതത്തിലെ ഈ വിജയത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് ഈ കോളേജ് വഹിച്ചു. ഒഴിവൂർ കോളേജ്. പിന്നെ ഞാൻ ഒഴിവൂർ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നമുക്ക് നടന്നു വരാമായിരുന്നു, വീട്ടിൽ നടന്നു പോകാമായിരുന്നു, ഉച്ചയ്ക്ക് പോയി ഉണ്ടിട്ട് വരാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഡിഗ്രി ഇവിടെയായിരുന്നു. ഇവിടെ തന്നെയാണ്. റെയിൽവേയിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ 2 വർഷം നമ്മൾ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓഫീസറായിട്ട് സെലക്ഷൻ വന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് IRTs ആയിട്ട് നമ്മളെ ഇൻഡക്ട് ചെയ്തു. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കുന്ന സിവിൽ സർവീസ് ഈസ് നോട്ട് റീച്ചബിൾ. സിവിൽ സർവീസ് വലിയ ടഫാണ്. ആക്ച്വലി അങ്ങനെയല്ല. നമ്മളിപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ബാങ്കിൻ്റെ ടെസ്റ്റ് എഴുതും, റെയിൽവേയുടെ ടെസ്റ്റ് എഴുതും, അങ്ങനെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ടെസ്റ്റ് എഴുതും. അങ്ങനെ ടെസ്റ്റ് എഴുതി നമുക്ക് തന്നെ അറിയാം ഏതായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ തോന്നുന്നത്. അങ്ങനെയാണ് ഇപ്പം IAS-ഉം സിവിൽ സർവീസും കിട്ടുന്നവർ ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടുന്നവർ വളരെ കുറവാണ്. 2 അറ്റംപ്റ്റ്, 4th അറ്റംപ്റ്റ്, 5th അറ്റംപ്റ്റ് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. ഞാൻ ആയിരക്കണക്കിന് IAS-കാരെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ നോർമൽ ആൾക്കാരാണ്. ആർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് കടന്നു വരാൻ പറ്റും. സിവിൽ സർവീസ് ആർക്ക് വേണമെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും.
സാറിന് ഈ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് സാറിന് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മീൻസ് അത് മറ്റു ഇപ്പം വളർന്നു ചെറുപ്പക്കാർക്ക് ഒരു മോട്ടിവേഷൻ കൂടി ആവുമല്ലോ. ആ ഒരു പോസ്റ്റ് സാറിന് നൽകിയ അഡീഷണൽ ബെനിഫിറ്റ്സ് അപ്പാർട്ട് ഫ്രം സാലറി അഡീഷണൽ ബെനിഫിറ്റ്സുകളൊക്കെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്പർ 1 ഈസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 2, യു ഗീവ് ഡിസിഷൻ മേക്കിംഗ്. ഒരു പ്രാവശ്യം ചിന്തിക്കുക, അത് കഴിഞ്ഞ് ഡിസിഷൻ കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ഡിസിഷൻ ചെയ്താൽ ഫേവർ ആവോ അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് ആലോചിക്കുക. ഇതിൻ്റെയൊക്കെ ഏറ്റവും ബേസിക്കാണ്. ആദ്യം നമ്മളുടെ പണി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുക. ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റും. കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. കറക്റ്റ് ഡിസിഷൻ. രാത്രി ഉറക്കത്തിലും വിളിച്ചാൽ നമ്മൾ പറയും ആക്സിഡന്റ് സൈറ്റിലേക്ക് ആൾ പോട്ടെന്ന് പറയും. ടെൻഷൻ അനുഭവിച്ച ദിനങ്ങളൊക്കെ ഉണ്ടോ? ട്രെയിനിൻ്റെ അകത്തൊരു ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊരു ഫോൺ വരുവാണെങ്കിൽ നമ്മൾ ആ ബോംബ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് ഡിസൈഡ് ചെയ്തത്. കിട്ടിയില്ല, ഫോണോ പോകേണ്ടതെന്ന് നമ്മളാണ് ചെക്ക് ചെയ്യുന്നത്. രാജധാനിയിൽ ഒരു പ്രാവശ്യം രാജധാനിയിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഫോൺ വന്നു. നമ്മൾ ചെക്ക് ചെയ്തു, ചെക്ക് ചെയ്ത് കിട്ടിയില്ല. അപ്പം പോകാനായിട്ട് ഓർഡർ കൊടുത്തു. വൈകിട്ട് 7 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8:35 ഡൽഹി ചെല്ലുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ നമുക്ക് ടെൻഷൻ ഉണ്ടെന്ന് അറിയിക്കില്ലല്ലോ. നമ്മളിങ്ങനെ ചോദിക്കും, പങ്ക്ച്വാലിറ്റി പറയാൻ പറയും. അന്നേരം അവർ പറയും ഇങ്ങനെ കോട്ട പാസ് ചെയ്തിട്ടുണ്ട്, മറ്റേ വണ്ടി ഇത്, ഈ വണ്ടി ഇത്, രാജധാനി കോട്ട പാസ് ചെയ്ത്. അപ്പം നമുക്ക് നമ്മുടെ കിട്ടിയ കോട്ട വരെ സേഫാണ്. അത് കഴിഞ്ഞ് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അന്നേരം പറഞ്ഞ് മധുര പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ നമ്മൾ പങ്ക്ച്വാലിറ്റി ചോദിക്കുമ്പോൾ പറയും ഈ രാജധാനി ഇത്ര സമയത്ത് ഡൽഹി വന്നു. അപ്പം അതുവരെ സ്വല്പം ഒരു ടെൻഷനിലായിരിക്കും. ഈ ടെൻഷനൊക്കെ വഹിക്കുന്നതുകൊണ്ടാവാം ഗവൺമെന്റ് സാറിന് ഞാനെനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാർ നാട്ടിലേക്ക് ഒഫീഷ്യൽ പർപ്പസിനൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് സാറിന് വേണ്ടി മാത്രം ഒഴിച്ചിട്ട് AC അതിന്റെ എല്ലാ സൗകര്യങ്ങളും കൂടി നൽകാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റമാണ്. അവർ ഇൻസ്പെക്ഷന് പോകുമ്പോൾ അവരുടെ ഒരു കാരേജ് അറ്റാച്ച് ചെയ്യും. ആ കാരേജിൻ്റെ ലാസ്റ്റ് ബോഗിയായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടെയിൽ എൻഡ് ഒരു ഗ്ലാസ് വിൻഡോ ആയിരിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇത് റെയിൽവേ ഉള്ളവർക്ക് മാത്രമുള്ള പ്രിവിലേജാണ്. ഈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ ഓഫീസേഴ്സാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇൻസ്പെക്ഷനായിട്ട് നമ്മുടെ പങ്ക്ച്വാലിറ്റി, ഏതെങ്കിലും വണ്ടിയുടെ പങ്ക്ച്വാലിറ്റി ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ റണ്ണിങ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് പോരും. നാട്ടുകാരൊക്കെ ഇങ്ങനെ അസൂയോടുകൂടി പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാർ ഇത്ര വലിയൊരു പോസ്റ്റ് ഇരിക്കുന്നു. പക്ഷെ അധികം ആളുകൾക്കൊന്നും അറിയില്ലായിരുന്നു ഇനി ആള് ഇവിടെ ഉഴവൂരിന്ന് സിവിൽ സർവീസിന്റെ ഒരു ഹൈ പോസ്റ്റിൽ ഇരിക്കുന്നുള്ളതായിട്ടോ ഒന്നും ആളുകൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഉഴവൂരിന്ന് കഴിക്കുന്നത് KR നാരായണൻ കഴിച്ചു കഴിഞ്ഞാല് വളരെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അല്ല, KR നാരായണൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് IAS ഉള്ള ആളാണ്. അപ്പം നമ്മുടെ തലമുറയിൽ പുതിയ തലമുറയിൽപ്പെടുന്ന ചെറുപ്പക്കാർക്ക് വലിയൊരു മോട്ടിവേഷനാണ് സാറ്. പുതിയ തലമുറയിലെ ആൾക്കാർ അവർ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമുക്ക് എന്തും ലൈഫിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാന്നുള്ളതാണ്. റെയിൽവേ തന്നെയാണെങ്കിൽ ഇഷ്ടംപോലെ ഓപ്പണിങ്സ് വരുന്നുണ്ട്. നമ്മൾ ആദ്യം എഴുതുമ്പോൾ ചിലപ്പോൾ കിട്ടിയില്ല, അടുത്ത് എഴുതുമ്പം ചിലപ്പം അടുത്ത് വരും, മൂന്നാമത്തെ നമ്മൾ ഇന്നാവും. റിട്ടയർ ചെയ്യുന്നത് മുംബൈ മോണോറെയിലിന്റെ CEO ആയിട്ടായിരുന്നു. COO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ഈ നമ്മൾ സാധാരണ നമ്മുടെ റെയിൽവേ നോർമലി ബ്രോഡ് ഗേജ് നാരോ എന്നൊക്കെ പറയുന്നത്, അതും ഈ മോണോറെയിലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം എന്ന് പറയാം? മോണോറെയിലിന് റെയിലില്ല. ഓ ശരി. ഒരു ബീമിലാണ് റൺ ചെയ്യുന്നത്. ബീമിന്റെ 2 സൈഡിൽ 2 ഭിത്തികളുണ്ട്. അതിന് മുകളിൽ നോർമൽ നമ്മുടെ റബ്ബർ ടയർ അതിലാണ് ഓടുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് മെയിൻ ആയിട്ടുള്ള മറ്റ് നോർമൽ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് ബീമാണ്, ഒരിക്കലും ഡിറെയിൽ ആകത്തില്ല. അപ്പൊ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിക്കുകയും അതിന്റെ വിലപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെക്കുകയും നമ്മുടെ കോളേജിലെ മറ്റു പുറത്തുള്ള യുവജനങ്ങൾക്കൊക്കെ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും സാറിന് പ്രത്യേകം നന്ദി. എനിക്ക് നമ്മുടെ കോളേജിലുള്ള എല്ലാവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എവരിതിങ് ഈസ് അച്ചീവബിൾ. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക,
ബാക്കിയെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായി കിട്ടിക്കോളും. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ആവശ്യം പഠിക്കുന്നതാണ്.